ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ എന്ത് വീഡിയോ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിക്കൽ സൗഹൃദ ജംഗ്ഷൻ്റെ ഒരു ടൂർണമെൻറ്റ് കാണാൻ പോകുന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ കുട്ടികൾക്ക് അവിടേക്ക് പോകുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകും എന്നൊക്കെയുള്ള ഒരു വീഡിയോ. അപ്പോൾ ആ ബാഗിൽ കുട്ടികൾക്ക് എന്തൊക്കെ വേണം, അവിടെ ചെന്നിരിക്കുമ്പോൾ ചെറുതാണ്, ഒരു 4 വയസ്സായൊരു കുട്ടിയും പിന്നെ ഒരു 8 മാസമായൊരു കുട്ടിയുമാണ് എനിക്കുള്ളത്. അപ്പോൾ അവർക്ക് എന്തൊക്കെ വേണം എന്നാണ്. ഫസ്റ്റ് തന്നെ മോൾക്ക് ഞാൻ ഒരു ഡ്രസ്സ് എക്സ്ട്രാ വെക്കുന്നുണ്ട്, അതിൻ്റെ ഒപ്പം പാമ്പേഴ്സും ഒക്കെ ആയിട്ട് വെക്കുന്നുണ്ട്. അതൊരു കവറിലാക്കിയാണ് വെക്കണത്. പിന്നെ എന്താ, ബേബിക്ക് ഒരു ബോട്ടിലിൽ കുറച്ച് വെള്ളവും, പിന്നെ അവൾക്ക് വല്ല വാശി പിടിച്ച് കരയുകയാണെങ്കിൽ ഒരു കളിക്കുന്ന ഒരു ഇതും, പിന്നെ മോനിക്ക് ഒരു ബർബണ്ട ബിസ്ക്കറ്റ് ഒരെണ്ണെടുത്ത് വെക്കുന്നുണ്ട്, പിന്നെ ഒരു ഓറഞ്ച് വെക്കുന്നുണ്ട്. അവൾക്ക് അങ്ങനെ ചപ്പി കുടിക്കാൻ നല്ലതാണ്. അത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതിൽ മോൾക്ക് കൊടുക്കാനായിട്ട് അങ്ങനെ അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുപ്പി വെള്ളവും മോനിക്ക് എടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ സാധനങ്ങളാണ് ഞാൻ ഒരു ബാഗിലാക്കി ഞാൻ കൊണ്ടുപോകും. അവിടെ ചെന്ന് അവർക്ക് ഒരു ഇരിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനും കളിക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് ടൂർണമെൻ്റൊക്കെ അടിപൊളിയായിട്ട് കണ്ട് ഇതായിട്ടൊക്കെ പോരാം. അപ്പോൾ 2 പേർക്കും ജേഴ്സിയൊക്കെ അടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇക്കായും രണ്ടും 2 ടീമിലാണ്. അപ്പോൾ 2 പേരുടെ ജേഴ്സി ഇവർക്ക് അടിച്ചിട്ടുണ്ട്, ഇവരുടെ പേര് വെച്ച് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയൊക്കെയാണ്. പിന്നെ ഒരു വാലറ്റ് എടുത്തിട്ടുണ്ട്. ഇവർക്ക് എന്തെങ്കിലും ഐസ്ക്രീമും അങ്ങനത്തെ കടകളൊക്കെ ഉണ്ടാവും, അപ്പോൾ എന്തെങ്കിലും ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ അതും എടുത്തപ്പോൾ ഫസ്റ്റ് തന്നെ ആ ബാഗൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കും ഞാൻ പോണേക്കാകുമ്പോൾ. ഇവർക്കുള്ള വേണ്ട സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഒക്കെ എടുത്ത് വെക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു 7 മണി മഗ്‌രിബ് കൊടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു 7 മണിയായപ്പോൾ ഞങ്ങൾ ഗ്രൗണ്ടിലേക്ക് പോയി. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ആ തിരക്കിൽ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ബാഗ് ഒരു സിമ്പിളായിട്ടുള്ളൊരു ബാഗാണ് കേട്ടോ. ഒരു സിബ്ബുള്ളൂ, പുറത്തേക്കൊരു നെറ്റ് പോലെ ഉണ്ട്, അങ്ങനത്തെ ഒരു ബാഗാണ് എടുത്തത് മോൾക്കും മോനിക്കും. അപ്പോൾ വൈകുന്നേരം ഒരു റോഡ് ഷോ ഒക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ലായിരുന്നു. അങ്ങനെ പരിപാടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നു. ബാൻഡും പിന്നെ എന്താ പറയുക, നല്ല അടിപൊളിയായിരുന്നു പരിപാടിയൊക്കെ ആയിട്ട്. ഫസ്റ്റ് കളി തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇക്കയും തമ്മിൽ, അവർ രണ്ടുപേരും എതിർ ടീമാണ്, അവർ തമ്മിലുള്ള കളിയായിരുന്നു. രണ്ടും സമനിലയായിട്ടാണ് പിരിഞ്ഞത്. അടുത്ത കളി ഇപ്പോൾ അങ്ങനെയായി. ഇനി അടുത്ത കളികളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. നല്ല എൻജോയ്മെൻ്റാണ്. രാത്രി ഒരു 12 മണി നേരമൊക്കെ ആയി തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ. പിന്നെന്താ, വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെന്താ ഷെയറൊക്കെ ചെയ്യുക. ആദ്യമായിട്ട് എടുക്കണതിൻ്റെയൊക്കെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, എങ്ങനെ ചെയ്യണം എന്നും കാര്യങ്ങളൊക്കെ അറിയാത്തതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ചെയ്യും എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് ഞാൻ അടിപൊളിയാക്കാൻ നോക്കാം. ഇനിയുള്ള വീഡിയോകളൊക്കെ, ബാക്കി വീഡിയോകളൊക്കെ ആയിട്ട്